ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ ബ്രോഡ്വേ എറണാകുളത്തുള്ള മേച്ച ബസാറിലോട്ട് ക്രിസ്മസിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടി പോവുക കേട്ടോ. ഞാൻ 2015 ഇവിടെ എറണാകുളത്ത് വന്നതാണ്. പക്ഷേ ഇതുവരെ ഞാൻ ക്രിസ്മസിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടില്ല. ഞാനിങ്ങനെ കുറേ കേട്ടിട്ടുണ്ട് ഇവിടെ ക്രിസ്മസിൻ്റെ സമയത്ത് വരണം, അവിടുത്തെ ആ ഒരു ലൈറ്റിങ്ങും എല്ലാം കാണാൻ ഭയങ്കര സൂപ്പറാണ്. ഞാൻ ഇങ്ങനെ കുറേ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇപ്രാവശ്യം എന്തായാലും ഇവിടുന്ന് ഷോപ്പിംഗ് ചെയ്യാമെന്ന്. ഞങ്ങൾ ലാസ്റ്റ് വീക്കാട്ടോ പോയത്. അപ്പം അതുകൊണ്ട് ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ റീല് കണ്ടു, അങ്ങോട്ട് കയറാൻ പോലും പറ്റാത്തോളം തിരക്കാണ്. അതിനിപ്പം ഈവനിങ് സമയത്ത് അങ്ങനെ ഏതെങ്കിലും സമയത്താണോ എന്നറിയത്തില്ല, ഒരു റീൽ ഇങ്ങനെ കണ്ടായിരുന്നു, ഭയങ്കര തിരക്കായിട്ട് നിൽക്കുന്ന ഒരു റീല്. ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം കുറച്ച് തിരക്കേ ഉള്ളായിരുന്നു, നമുക്ക് നടന്നു പോകാനൊക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഞങ്ങൾ ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഫുൾ നടന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് നമ്മൾ ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം വാങ്ങിച്ചത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ ട്രീയിലിടാനുള്ളതും ക്രിബും എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. നമുക്ക് ശരിക്കും കാണാൻ കുറേ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ടോയ് കണ്ടപ്പോഴത്തേക്കിനും റിച്ചുവിന് ടോയ് വേണം എന്ന് പറഞ്ഞിട്ട് വഴക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ അവൻ അങ്ങനെ ഫ്രണ്ടിലോട്ട് പോകണ്ട, ബാക്കിൽ പോയിട്ട് ടോയ് വേണം എന്നും പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കി. എന്നാൽ എങ്ങനെയൊക്കെയോ ഞാൻ പറഞ്ഞു അങ്ങേ അറ്റം വരെ പോയി കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ്. അവന് ഇതിലൊന്നും എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു, അവന് ടോയ്സിലായിരുന്നു എക്സൈറ്റ്മെന്റ്. വരുന്ന വഴിക്ക് ഒരു ടോയ് ഷോപ്പ് കണ്ടതോടെ അവൻ അത് കിട്ടാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു. പിന്നെ ഫുള്ള് അവനേക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ കുറേ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ കുറേ ക്രിസ്മസിൻ്റെ മാത്രം ഇത്രയും ഷോപ്സ് ഇങ്ങനെ അടുത്തടുത്ത് കാണുന്നതും ഇങ്ങനെ വരുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ചെറിയൊരു വഴിയിൽ ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും ഫുൾ ഷോപ്പാണല്ലോ, നമുക്ക് എങ്ങോട്ട് നോക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ഓരോ ഐറ്റംസും നമുക്ക് നോക്കി ആസ്വദിക്കാനൊന്നും സമയം ഉണ്ടാവില്ല, ഫുൾ അങ്ങനെ ആൾക്കാർ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് അവിടെ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഷോപ്പാണ് കേട്ടോ ഇത്. അപ്പം കുറേ ഷോപ്പുകളുണ്ടെങ്കിലും കുറച്ചുകൂടെ എന്തൊക്കെയോ കുറേ വെറൈറ്റീസ് ഇവിടെ ഉള്ളതുപോലെ തോന്നി. ഇവിടെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴാട്ടോ ഈ ഷോപ്പിനകത്ത് കയറിയത്. കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് നമ്മൾ ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ അതിനടുത്തായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ കട. അപ്പം എനിക്ക് ഈ ഒരു ക്രിസ്മസ് ഫാദറിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അതിനടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ നിന്നിട്ട് റിച്ചു സമ്മതിച്ചില്ല. അവൻ ഫോണിനകത്തിട്ട് തട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് സമാധാനത്തോടെ ഒരു ഫോട്ടോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ വീണ്ടും ഞങ്ങൾ അങ്ങ് എൻഡിലോട്ട് പോവുകയാണ്, വേറെയും എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കാനായിട്ട്. ശരിക്കും നമ്മളിങ്ങനെ സമാധാനത്തോടെ വന്ന് ബാർഗെയിനൊക്കെ ചെയ്ത് ഓരോ ഷോപ്പിലും എത്ര രൂപയാണെന്നൊക്കെ അറിഞ്ഞ് നോക്കിയൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല വിലക്കുറവിന് ഇവിടുന്ന് വാങ്ങിക്കാം. നമ്മൾ പിന്നെ എല്ലാം ഒന്ന് കണ്ടു, ഒരു ഷോപ്പ് സെലക്ട് ചെയ്തു, അവിടുന്ന് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസും പിന്നെ റിച്ചുവിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് ഫാദറിൻ്റെ ഡ്രസ്സും അതുപോലെ ഈ ഒരു 2 സ്പെക്സും വാങ്ങിച്ചു. അവന് വാങ്ങിച്ചപ്പോൾ എനിക്കും വാങ്ങിച്ചു. ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഷോപ്പ്. ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ഷോപ്പ് കണ്ടതിലും എനിക്കിങ്ങനെ കണ്ണിൽ ഉടക്കിയ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ കുറേ ക്യൂട്ട് ക്രിസ്മസ് സാന്റ അങ്ങനെ കുറേ ഐറ്റംസ് ഞാൻ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഷോപ്പാണിത്. ഞാൻ അകത്തോട്ട് കയറി നോക്കിയത് ഈ ഒരു ഷോപ്പിൽ മാത്രമാണ്. ഞാൻ ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല കേട്ടോ, പക്ഷെ കുറേ ക്യൂട്ട് ഐറ്റംസ്, കുറേ വെറൈറ്റി ഐറ്റംസ് ഉള്ള പോലെ തോന്നി. ശരിക്കും നമ്മൾ സമാധാനത്തോടെ വന്ന് ഓരോന്നിൻ്റെ റേറ്റൊക്കെ ചോദിച്ച് എല്ലാം ഒന്ന് സമാധാനത്തോടെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഐറ്റംസ് വാങ്ങിക്കാൻ പറ്റും. ഇതിപ്പോൾ അവനങ്ങനെ റിച്ചു ഉണ്ടായതുകൊണ്ട് അവനങ്ങനെ ഷോപ്പ് ചെയ്യാനൊന്നും സമ്മതിക്കത്തില്ല. അവൻ പോകാമെന്നും പറഞ്ഞിട്ട് വഴക്കാണ്. അടുത്ത് ഏതെങ്കിലും ടോയ്സ് കാണുമോ അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കാണുമോ എന്നറിയാൻ വേണ്ടി പോകാൻ വേണ്ടി വഴക്കായതുകൊണ്ട് എല്ലാം നോക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി, അങ്ങനെ ഒന്നും വാങ്ങിച്ചില്ല, എല്ലാം ഒന്ന് കണ്ട് ആസ്വദിച്ച് ഇവിടുന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഷോപ്പ് ചെയ്ത ഐറ്റംസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.